സിനിമയുടെ പേരും പിന്നെ ട്രെയിലറും കൂടി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. നുണക്കുഴി എന്ന് പറഞ്ഞാൽ മുഖത്തുള്ള ഈ നുണക്കുഴിയല്ല, നുണ പറഞ്ഞ് സ്വയം കുഴികളുണ്ടാക്കി അതിൽ വീഴുന്നവരുടെ സിനിമയാണെന്ന്. ഏകദേശം അതൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാണ് തിയേറ്ററിലേക്ക് പോയത്. ജീത്തു ജോസഫ് സംവിധാനം ചെയ്ത് അദ്ദേഹം തന്നെ നിർമ്മിച്ച് KR കൃഷ്ണകുമാർ തിരക്കഥയൊരുക്കിയ സിനിമയാണ് നുണക്കുഴി. സിനിമയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് നിഖില വിമലിനെ കുറിച്ച് ഒരു വാക്ക്. ആരൊക്കെ ചേർന്ന് ആ അഭിനേത്രിയെ ടൈപ്പ് കാസ്റ്റ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ്. തൊട്ട് മുമ്പ് വന്ന സിനിമയും ഈ സിനിമയും ഒക്കെ ചേർത്ത് വായിക്കുമ്പോൾ സിനിമയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും കാരണഭൂതയായിട്ടിരിക്കുകയും എന്നാൽ ആകെ 4 സീനും 2 എക്സ്പ്രഷനും മാത്രമുള്ള ഒരു ക്യാരക്ടറായി തുടരുകയും ചെയ്യുക എന്ന് പറയുന്നത് അതിൻ്റെ പിന്നിൽ എന്തോ ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് നുണക്കുഴിയിലേക്ക് വരുമ്പോൾ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാനാണെങ്കിൽ ബേസിൽ ജോസഫ് ഉള്ളതുകൊണ്ട് മാത്രം സർവൈവ് ചെയ്തു പോകുന്ന ഒരു ഫസ്റ്റ് ഹാഫും അത്യാവശ്യമൊക്കെ ചിരിക്കാനുള്ള കുറച്ച് കാര്യങ്ങളുള്ള ഒരു സെക്കൻഡ് ഹാഫും ആയിട്ട് പോകുന്ന ഒരു ആവറേജ് അനുഭവമായിരുന്നു എനിക്ക്. അതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നമുക്ക് പതിവ് പോലെ പോസിറ്റീവ്സ് ആരംഭിക്കാം. ഒന്നാമത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത് ബേസിൽ ജോസഫും ബൈജു ചേട്ടനുമാണ്. ഇവർ രണ്ടുപേരും തമ്മിലുള്ള കോമ്പിനേഷനിൽ അവിടെ ഇവിടെയായിട്ട് ചിരിക്കാനുള്ള എലമെൻറ്റുകൾ ഉണ്ടായിരുന്നു. പിന്നെ ബേസിലിനെ കുറിച്ച് പറയുമ്പം അയാളൊരു ക്യൂട്ടായിട്ടുള്ള ഒരാളാണ്. പുള്ളി ചിരിക്കുമ്പോൾ നമുക്കും കൂടെ അങ്ങ് ചിരിക്കാൻ തോന്നും. പുള്ളി ചെറിയ എന്തെങ്കിലും വിറ്റ് പറഞ്ഞാൽ തന്നെ നമുക്ക് വലിയ എന്തോ കേൾക്കുന്ന പോലെ തോന്നും. അങ്ങനത്തെ ഒരു ഫീല് പുള്ളിയെ സ്ക്രീനിൽ കണ്ടിട്ട് എനിക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫിൽ വലിയ സംഭവമൊന്നും ഇല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും പുള്ളി ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ഒരു രസം ഉണ്ടായിരുന്നു കണ്ടിരിക്കാൻ. ആൻഡ് ഗ്രേസും അത്യാവശ്യം രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിൽ ആരും മോശമാക്കിയിട്ടൊന്നുമില്ല, എല്ലാവരും നല്ല രീതിക്ക് തന്നെ പോകുന്നുണ്ട്. പക്ഷേ ഒരു ഹ്യൂമർ കോണ്ടന്റ് അധികമുള്ളൊരു സിനിമ എന്നുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്തുകൊണ്ടായിരിക്കാം എനിക്കങ്ങനെ ഒരുപാട് ചിരിക്കാനൊന്നും കിട്ടിയില്ല. രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ വിഷ്വൽസ് ആണ്. ഈ സിനിമയ്ക്ക് എന്താണോ വേണ്ടത് അത് അതുപോലെ ഡെലിവർ ആകപ്പെടുന്നുണ്ട്. പിന്നെ കോമഡി ത്രില്ലറാണല്ലോ. ഈ ത്രില്ലിംഗ് എലമെൻ്റ് എന്ന് പറയുന്നത് ഇതിലെ ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോ ആൾക്കാരും ഇവരൊക്കെ പല സിനിമകളിലായിട്ട് നമ്മൾ കണ്ട് നമുക്കൊരു ശീലമുണ്ടല്ലോ. ഇന്ന ആളാണെങ്കിൽ ഏകദേശം ഒരു നായകൻ അല്ലെങ്കിൽ നായിക പ്രാധാന്യമുള്ളൊരു സംഭവമായിരിക്കും, ഇന്ന ആളാണെങ്കിൽ ഒരു കോമഡിയൊക്കെ ആയിരിക്കും, പുള്ളിനെ വില്ലനാക്കാൻ സാധ്യതയില്ല എന്നൊക്കെ പറയുന്നത് പോലെ ഓരോ താരങ്ങളെയും കുറിച്ച് നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ട്. അത് ഗ്രാജുവലി സിനിമ കണ്ട് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇന്ന ആളായതുകൊണ്ട് ഇയാൾക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, പുള്ളി അതിൽ നിന്ന് എന്തായാലും ഊരിപ്പോരും എന്ന് പറയുന്നൊരു ആശ്വാസം നമ്മുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ത്രില്ല് അങ്ങനെ അങ്ങോട്ട് ശക്തി പ്രാപിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടില്ല. അടുത്തത് എന്തെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടാവണമല്ലോ, അങ്ങനെ ഒരു ക്യൂരിയോസിറ്റിയിലേക്ക് എത്തിയില്ല. അതൊരു പക്ഷേ ഈ താരങ്ങൾ ഇന്ന ആളുകളായതുകൊണ്ട് കൂടിയായിരിക്കാം. നാലാമത്തെ പോസിറ്റീവ് നമുക്കൊരു കാര്യം ചെയ്യാം. എനിക്ക് ബാക്കി ഫീൽ ചെയ്യുന്ന കാര്യങ്ങളും കൂടി പറഞ്ഞിട്ട് നമുക്കത് ഫില്ല് ചെയ്യാം. നുണക്കുഴി എന്ന് പറയുമ്പോൾ ഇവരാദ്യം പേരിട്ടിട്ട് ഈ കഥ ആലോചിച്ചതാണോ എന്ന് പോലും എനിക്ക് സംശയം തോന്നി. കാരണം നുണ പറഞ്ഞ് കുഴപ്പത്തിലാവുന്ന ആളുകളൊക്കെയാണ്, അല്ലെങ്കിൽ കുഴിയിലാവുന്ന ആളുകൾ എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കാം. പക്ഷേ ഇതിൽ പല ആളുകളും പല നുണകളും പറയേണ്ടത് ഒരാവശ്യവുമില്ലാത്ത ഘട്ടത്തിലൊക്കെയാണ്. അതായത് എന്തെങ്കിലും ഒന്ന് തട്ടിക്കൂട്ടി വളരെ സേഫായിട്ട് രക്ഷപ്പെട്ട് പോകാൻ പറ്റുമെന്നുള്ള സ്ഥലത്ത് പോലും ഒരു കാര്യമില്ലാതെ നുണ പറഞ്ഞ് നുണയുടെ ഇടയ്ക്ക് സത്യം കയറ്റി പറഞ്ഞ് വിളിച്ചു പറഞ്ഞ് ദേഷ്യപ്പെട്ട് ചില സ്ഥലങ്ങളിൽ ഇവർക്ക് എല്ലാവർക്കും ഒരേ സ്വഭാവമാണോ എന്ന് തോന്നിപ്പോയി. ബേസിലിൻ്റെയും ഗ്രേസിൻ്റെയൊക്കെ ക്യാരക്ടേഴ്സ് റിയാക്ട് ചെയ്യുന്നതും ഒക്കെ സിമിലർ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിൽ കുറച്ചെങ്കിലും ഡിഫറൻ്റ് ആയിട്ട് പെരുമാറുന്നത് ചിലപ്പോൾ ബൈജു ചേട്ടനെ പോലെയുള്ള വളരെ കുറച്ച് ക്യാരക്ടേഴ്സാണ്. ആൻഡ് ഇതിൽ ഈ നുണകളും അതിനെ തുടർന്നുണ്ടാകുന്ന കോമഡി സീനൊക്കെ എവിടെയോ കണ്ട് മറന്നിട്ടുള്ളത് പോലെ, അല്ലെങ്കിൽ ഒരു സിനിമ നമ്മൾ തിയേറ്ററിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചിരി പൊട്ടാൻ സാധ്യതയുള്ള അങ്ങനെ ഒരുക്കിയതായിട്ട് എനിക്ക് തോന്നിയില്ല. കുറച്ച് കോമഡി ആക്കിയിട്ട് തന്നെ കാര്യം എന്ന് പറയുന്ന സിനിമയുടെ തുടക്കത്തിലുള്ള ഒരു അധികം മൂപ്പിക്കേണ്ട കേട്ടോ എന്ന് പറയുന്ന കോമഡിയിൽ തന്നെ എനിക്കിത് ഇതാണോ എന്ന് തോന്നിപ്പോയി. ആൻഡ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ കാര്യവും ഇപ്പം ഞാൻ മുമ്പ് റേഡിയോയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രാങ്ക് കോൾസ് ഒക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അതിൽ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഓഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ മറ്റേ ടൊയിങ് ടും എന്നൊക്കെ പറയുന്ന പോലത്തെ സൗണ്ടുകളുണ്ടല്ലോ, ഇത് ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്യും. അപ്പോൾ ചില കൗണ്ടർ അത് അത്ര ചിരി പൊട്ടനൊരു കൗണ്ടർ ആയിരിക്കില്ല, ചിലപ്പോൾ ചിരി വരാൻ സാധ്യതയുള്ളൊരു സാധനമായിരിക്കും. പക്ഷേ ഈ ടൊയിങ് കൂടി കേൾക്കുമ്പോൾ ആളുകൾക്ക് ചിരിക്കാനുള്ളൊരു ത്വര വരും. അങ്ങനെ കുറേ തവണ ചിരിച്ചു കഴിയുമ്പോൾ ഇതിലെന്തോ ഹ്യൂമർ ഉണ്ട് എന്ന് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. എനിക്ക് അതുപോലെയാണ് ഈ സിനിമയുടെ തുടക്കം മുതൽ അവർ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പിടിച്ചു പോയിരിക്കുന്നത്. ആ ഒരു സാധനമൊക്കെ മനസ്സിൽ വെച്ചിട്ടാണോ എന്ന് തോന്നിപ്പോയി. കാര്യം സ്ക്രീനിൽ ഈ ഡയലോഗ്സിൽ ഒന്നും ഒരു ഹ്യൂമർ എലമെൻറ്റ് ഫീൽ ചെയ്യുന്നില്ല, പക്ഷേ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോകുന്നത് അങ്ങനെ ഒരു രീതിയിൽ എനിക്ക് സത്യത്തിൽ അത് അനാവശ്യമായി ഉപയോഗിച്ചതുപോലെ തോന്നി. ആകെ മൊത്തത്തിൽ സിനിമ കണ്ടു കഴിയുമ്പോൾ ഒരു ഓക്കെ എൻ്റെ കാശ് പോയല്ലോ അയ്യോ എന്ന് പറയുന്ന ടെൻഷനിലൊന്നുമല്ല, പക്ഷേ ത്രൂ ഔട്ട് ചിരിച്ച് ഉല്ലസിച്ച, അല്ലെങ്കിൽ പുറത്തെത്തി കഴിയുമ്പോൾ നമുക്കതിൽ ഏതെങ്കിലും കോമഡി സീനുകളൊക്കെ ഓർത്തെടുക്കാൻ പറ്റുന്ന അങ്ങനെ ഒരു ഭയങ്കര രസമുള്ളൊരു പടം കണ്ടു എന്നൊരു ഫീലില്ല. എന്താ പറയുക, വെറുതെ ഒരു ടൈം പാസ് പടം എന്നൊക്കെ പറയുന്ന പോലെ. പിന്നെ 2 കാര്യങ്ങൾ എനിക്ക് ഓവറായിട്ട് ഉപയോഗിച്ചിട്ട് അതിൻ്റെ പേരിലൊരു അകൽച്ച ഫീൽ ചെയ്തു. അത് വാളും പിന്നെ കുറച്ച് പഞ്ഞികളുമാണ്. സിനിമ കണ്ടിട്ടുള്ള ആളുകൾക്ക് അത് മനസ്സിലാവും. എനിവേ, ഇത്രയാണ് എനിക്ക് നുണക്കുഴിയെക്കുറിച്ച് പറയാനുള്ളത്. ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങളുടെ അഭിപ്രായം ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എന്താണ്? അത് വീഡിയോയുടെ താഴെ ഒരു കമൻറ്റായിട്ട് രേഖപ്പെടുത്തും. അതും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ തീരുമാനിക്കുന്ന ആളുകളുണ്ട്, അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.